Hello guys. So it's time to say goodbye to my 2025 അല്ല 25 വയസ്സ്. I will be turning 26 in ഒന്നേ മുക്കാൽ മണിക്കൂറിനകം ഞാൻ 26 വയസ്സുള്ള ഒരു പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു യുവതിയാണ്. ഐ എം വെരി എക്സൈറ്റഡ്. പണ്ടൊക്കെ എനിക്കിങ്ങനെ പ്രായമാണെന്ന് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് പ്രായമൊന്നും ഭയങ്കര ഇഷ്ടമല്ല. ലൈക്ക് ഐ ആബ്സല്യൂട്ട്ലി എൻജോയ്. യു ഗെറ്റ് ടു ലീവ് എ ലോട്ട് മോർ. കുറച്ചുകൂടെ ഭൂമിയൊക്കെ കാണാൻ പറ്റി, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. So I'm very happy that I am aging. So okay, this is especially to people who is going to call me Talla. Okay, I don't care, bro. You call me Talla, Talla, and then Ammachi, Auntie, pinenda, lot more, right? It's okay. I love it. I like into buying it. Like there are a lot of people who dies at a very young age, right? Fortunately or unfortunately, I am not one among them. I feel right now. കാരണം 26 വയസ്സ് നമ്മൾ ജീവിച്ചല്ലോ അങ്ങനെ. This video is definitely for someone who feels birthdays, because എനിക്കറിയാം എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇങ്ങനെ പ്രായമാവുന്നത് അനുസരിച്ച് അവരുടെ ബർത്ത്ഡേസ് സെലിബ്രേറ്റ് ചെയ്യൂല, അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം. സോ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ്. ഡോണ്ട് ഫീൽ സാഡ്, ഡോണ്ട് ഫീൽ അഷെയിംഡ്, അറ്റ്ലീസ്റ്റ് യു ഗെറ്റ് ടു ലീവ് വൺ മോർ ഇയർ. എത്ര ആൾക്കാർ 24-ാമത്തെ വയസ്സ് മരിച്ചു പോണേ, എത്ര ആൾക്കാരാണ് ചെറുപ്പത്തിലെ മരിച്ചു പോണേ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ബ്ലെസ്ഡ് അല്ലേ. ഇപ്പം ഞാൻ 30 വയസ്സാണെങ്കിലും 40 വയസ്സാണെങ്കിലും ഐ വിൽ ബി വെരി ഹാപ്പി. സോ ഫൈനലി 26 വയസ്സ് ഇല്ല, ആയില്ല, ഒരു 1.25 മണിക്കൂർ കൂടെ കഴിയുമ്പോൾ ആവും. സോ ദിസ് ഇസ് ജസ്റ്റ് ഇൻട്രൊഡക്ടറി വീഡിയോ. എനിക്കൊരു 50-60 വയസ്സൊക്കെ ആകുമ്പോൾ എനിക്ക് കാണാമല്ലോ, ഓക്കെ, ഞാൻ എൻ്റെ 26-ാമത്തെ ബർത്ത്ഡേ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഹൗ ഐ എം ഗോയിങ് ടു സെലിബ്രേറ്റ് മൈ 26-ാമത്തെ. OMG, മിക്കവാറും ഞാൻ 27-ാമത്തെ ഒക്കെ വയസ്സാകുമ്പോഴേക്കും മൊട്ട കുട്ടിയായിട്ടായിരിക്കും ഇരിക്കാൻ പോകുന്നത്. അത്രമാത്രം ഹെയർഫോളാണ്. ഓക്കെ, എനിവേസ്, അപ്പോൾ ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് മീ സെലിബ്രേറ്റിംഗ് മൈ 26th ബർത്ത്ഡേ ടുമോറോ. ഇപ്പോൾ രാത്രിയായി, ഇപ്പോൾ 10:45, ഒരു 1.25 മണിക്കൂർ കൂടെ കഴിയുമ്പോൾ ഒബ്വിയസ്ലി അമ്മ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞു വരും. അച്ഛൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അച്ഛനും വരും, പിന്നെ വിമൽ വരും, പിന്നെ ഡെഫിനറ്റ്ലി മൈ ബെസ്റ്റ് ഫ്രണ്ട് ഡിറ്റ, ആൾ ഉറപ്പായിട്ടും വിളിക്കും, അതെനിക്കറിയാം. പക്ഷെ നമ്മളിപ്പോൾ ആക്ച്വലി വഴക്കിലാണ്, ബട്ട് സ്റ്റിൽ ഡെഫിനറ്റ്ലി ഷീ വിൽ കോൾ മീ. പിന്നെ വേറെ ആരും വിളിക്കാൻ ഒരു ചാൻസും ഇല്ല. ആക്ച്വലി എനിക്ക് ഇപ്പം കിടന്ന് ഉറങ്ങണമെന്നുണ്ട്, പക്ഷേ സത്യം എനിക്കറിയില്ല, എനിക്ക് എൻ്റെ എല്ലാ ബർത്ത്ഡേസും എനിക്ക് ഒരു 19-ാം തീയതി രാത്രി ഒരു 10 മണി കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഉറക്കമാണ്, കണ്ണൊക്കെ ഇങ്ങനെ പോവും. പക്ഷേ അത് ഞാൻ അഭിനയിക്കുന്നല്ല കേട്ടോ, സത്യമായിട്ടും. പക്ഷേ എനിക്ക് ഫീൽ അതെന്തോ മെൻ്റലി ഭയങ്കര എക്സോസ്റ്റഡ് നമ്മൾ കിടന്ന് ഉറങ്ങും. ഇപ്പം ഞാനൊരു 3 മണിക്കൂറായിട്ടൊരു PPT ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഒബ്വിയസ്ലി എനിക്ക് തലവേദന എടുക്കുന്നു, എനിക്ക് ഉറങ്ങണം, പക്ഷേ ഐ കാണ്ട്. I know people will be eagerly waiting to call me, so I have to respect that, because നമ്മുടെ ലൈഫിൽ കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി അവരവരുടെ ഉറക്കം കളഞ്ഞ് നമുക്ക് വേണ്ടി വിഷസ് ഒക്കെ അറിയിക്കുമ്പോൾ ഡെഫിനറ്റ്ലി യു ഹാവ് ടു റെസ്പെക്ട് ദാറ്റ്. സോ ഐ വിൽ ഡെഫിനറ്റ്ലി റെസ്പെക്ട് യു ഗൈസ്. ഞാൻ ഇങ്ങനെ ഇരിക്കും, ഓക്കെ, ഞാൻ ഉറങ്ങില്ല. കാരണം കുറച്ച് നാളത്തെ മുമ്പത്തൊക്കെ ബർത്ത്ഡേക്ക് വിളിക്കുമ്പോൾ ഞാൻ മറന്നേ പോകും ആരുടെ ബർത്ത്ഡേ, എന്ത് ബർത്ത്ഡേ, ബിക്കോസ് ഞാൻ ഉറങ്ങുമായിരിക്കും. ഒരു ഹാപ്പി ബർത്ത്ഡേ കീർത്തി എന്ന് പറയുമ്പോൾ ഞാൻ ബർത്ത്ഡേയാ, ആരുടെ ബർത്ത്ഡേ, എൻ്റെ ബർത്ത്ഡേ, ഓ യാ എൻ്റെ ബർത്ത്ഡേ, ഓ യാ താങ്ക് യു അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഐ എം വെരി, എന്താ പറയാൻ, വെരി റെസ്പെക്ട്ഫുൾ ടുവേർഡ്സ് യുവർ ബർത്ത്ഡേ വിഷസ്. കോളും കാത്ത് ഞാൻ ഇങ്ങനെ ഉറക്കമുളച്ചിരിക്കുകയായിരിക്കും. സോ ഹാവ് ടു വാച്ച് സംതിങ്, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഉറങ്ങിപ്പോവും. അത്രേ ഉള്ളൂ. നാളെ പിന്നെ പ്രത്യേകിച്ച് വലിയ അമ്മ ഇതിൻ്റെ അടുത്ത് ഉച്ചയൊക്കെ ചോദിച്ചു എന്താ വേണ്ടേ നാളെ കഴിക്കാൻ. അപ്പം ഞാൻ ചോദിച്ചു എന്ത് ഉണ്ടാക്കൂ. അപ്പം അമ്മ പറഞ്ഞു എന്തും ഉണ്ടാക്കൂ. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാം, എനിക്ക് ബാംഗ്ലൂരായിരുന്നു, അപ്പോൾ അമ്പൂർ ബിരിയാണി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് എൻ്റെ മിക്കപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്പൂർ ബിരിയാണിയും കബാബും ആയിരുന്നു. ഞാൻ ചുമ്മാ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നത്, എനിക്ക് 2 പ്ലേറ്റ് അമ്പൂർ ബിരിയാണിയും കുറച്ച് കബാബ് ഫ്രൈ ഉണ്ടാക്കിയത്. അപ്പം അമ്മ പ്ലീസ്, ഞാനൊരു പാവം കർഷകൻ്റെ മോനാണ്. അമ്മ ഇമോഷണൽ. ഞാനൊരു പാവം കർഷകൻ്റെ മോനാണ്, എനിക്ക് നിൻ്റെ ഈ ഫാൻസി ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാ അമ്മ ചോദിച്ചേ. പറഞ്ഞു ഞാൻ വല്ല മീനും വറുത്ത് വല്ല ചോറും കുറച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി തരാം. ഞാൻ പറഞ്ഞു മതി, ധാരാളം. പക്ഷെ എനിക്ക് നല്ല ബിരിയാണി കഴിക്കുള്ളൊരു മൂഡാണ്. പക്ഷെ ബിരിയാണി ആകുമ്പോൾ കുറച്ച് ക്ലീഷയായി പോകുന്നൊരു ഡൗട്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ആദ്യത്തെ ഒരു ടേസ്റ്റ് ബട്ട്സ് എന്താണെന്നനുസരിച്ചിട്ട് ഇപ്പോൾ. പിന്നെ എനിക്കുണ്ടല്ലോ, എനിക്ക് ഭയങ്കര സോളോ ആയിട്ട്, ബിക്കോസ് ഫോർ വെരി വെൽ ഷുവർ ദാറ്റ് ആരും എൻ്റെ ബർത്ത്ഡേ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല.
സെലിബ്രേറ്റ് മീൻ വീട്ടിൽ സാധാ കേക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്യുന്നല്ലാണ്ട് അങ്ങനെ മറ്റേ വലിയ കഫേയിലൊക്കെ പോയി വലിയ ബോലൂണൊക്കെ പൊട്ടിച്ച് അങ്ങനത്തെ സെലിബ്രേഷൻസ് ആരും എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് ലാസ്റ്റ് 25th ബർത്ത്ഡേക്ക് എനിക്ക് വേണ്ടി തന്നെ 25 ഡിഫറെൻറ്റ് ഗിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ 19-ാം തീയതി രാത്രിയിൽ കുത്തിയിരുന്ന് അതെല്ലാം റാപ്പ് ചെയ്ത് ഗിഫ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് 25th ഗിഫ്റ്റ് എഴുതി 12 മണിയായപ്പോൾ ഈ മടക്കി വെച്ച് ഒട്ടിച്ച ഞാൻ തന്നെ അത് പൊളിച്ച് കൈയടിച്ച് അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടൊക്കെ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ബട്ട് ഐ റിയലി ലൈക്ക് ഇറ്റ്. ഓക്കെ, ഇറ്റ് വാസ് സോ അമേസിങ്. നമുക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി സംഭവം. അപ്പം ഞാൻ എൻ്റെ പോക്കറ്റ് മണി എന്നൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ദിസ് ടൈം 26th ബർത്ത്ഡേ 26 ഗിഫ്റ്റ് ആകുമ്പോൾ കാരണം എനിക്ക് ഓൾറെഡി എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനം എൻ്റെ കയ്യിലുണ്ട്. സോ നമ്മൾ ഇനിയും കൂടെ സാധനങ്ങൾ മേടിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഓവർ കൺസപ്ഷൻ ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ റിയലി വോണ്ട് ടു മേക്ക് സംതിങ് വെരി സ്പെഷ്യൽ ഫോർ മീ. അങ്ങനെ ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെ. അപ്പോൾ എന്താ പറയുക, സോ ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു കഫേയിലൊക്കെ പോയിട്ട്, ഇവിടെ കഫേ ഒന്നും ഇല്ലടോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ആകെയുള്ളത് ചായക്കട അല്ലെങ്കിൽ സാധാ ഒരു ബേക്കറി റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളാണ്. പക്ഷേ ഇങ്ങനെ ക്ലൗഡ് കേക്കിൽ പോയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ ഇവിടെയൊക്കെ പോയിട്ട് നമ്മൾ ബർത്ത്ഡേസ് തന്നെ സെലിബ്രേറ്റ് ചെയ്താൽ ആൾക്കാരൊക്കെ നമുക്ക് വട്ടാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പക്ഷേ ഇറ്റ്സ് ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു കെയർ അബൌട്ട് വാട്ട് പീപ്പിൾ തിങ്ക് അബൌട്ട് യു എനി മോർ ബിക്കോസ് യു ആർ 26. 26 വയസ്സ്, ഒരു 4 വർഷം കൂടെ കഴിഞ്ഞ് എനിക്ക് 30 വയസ്സ്. അപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ മറ്റേ ചുളിവൊക്കെ ആയിട്ട് ഞാൻ മറ്റേ അമ്മൂമ്മ പരിവായിരിക്കും അല്ലേ. ഇറ്റ്സ് ഓക്കെ. നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ യു ഹാവ് ടു ബി വെരി ഗ്രേറ്റ്ഫുൾ. ഓക്കെ, നോ മാറ്റർ വെദർ യു ആർ 30, 40, 50, 60 or even 100. നമ്മളിങ്ങനെ ജിൽജിലായിട്ടിരിക്കും ത്രൂ. അപ്പോൾ നമുക്ക് നമ്മുടെ യങ് ജനറേഷൻസ് നമ്മളെ കണ്ടിങ്ങനെ മോട്ടിവേറ്റ് ആവാൻ പറ്റും. അത്രയേ ഉള്ളൂ. നാളെ എനിക്കൊരു കുഞ്ഞു കേക്ക് മേടിക്കണമെന്നുണ്ട്. എന്നിട്ട് ഞാൻ തന്നെ മുറിച്ച്, ഞാൻ തന്നെ കട്ട് ചെയ്ത്, ഞാൻ തന്നെ കഴിച്ച്, ഞാൻ തന്നെ സെലിബ്രേറ്റ് ചെയ്യും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ദാറ്റ്സ് ഓൾ. ബാക്കി എന്തുണ്ടെങ്കിലും നമുക്ക് നാളെ കാണാം. ഓക്കെ, സോ ബൈ. ഞാനിപ്പോൾ പോയി എന്തെങ്കിലുമൊക്കെ ഒരു സിനിമ കാണിട്ട് ഇല്ലെങ്കിൽ എനിക്ക് നല്ല ഉറക്കം വരുന്നത്. ഓക്കെ, സോ ബൈ ബൈ. ടോപ്പ് വരെയെങ്കിലും ഗൈസ്, നമ്മുടെ മമ്മാജി എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ബർത്ത്ഡേ വിഷ്. ഹാപ്പി ബർത്ത്ഡേ ടു മേക്കപ്പ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും, യൂട്യൂബിൽ വരും, വൈറലായി കഴിഞ്ഞാൽ. ഓക്കെ, എന്നെക്കുറിച്ച് 2 സെൻറ്റൻസ് പുകഴ്ത്തി പറയും, കേൾക്കട്ടെ. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കേൾക്കട്ടെ. മിടുക്കിയാണ്, സ്മാർട്ടാണ്, അങ്ങനെ പോകുന്നില്ല കഴിഞ്ഞു. 2 സെൻറ്റൻസ് കുറച്ചുകൂടെ പറയാൻ അങ്ങോട്ട്. ഇതെന്താ അത്ര പറഞ്ഞേമേ. ഓ, അമ്മയുടെ കണ്ണുകളിൽ കണ്ണീര് കാണുന്നു ഗൈസ്. ഓ മൈ ഗോഡ്, മാതൃസ്നേഹം തുളുമ്പുകയാണ്. ഇത് പൊക്കി പറ. ഈ വർഷത്തെ ബർത്ത്ഡേ അടിപൊളിയായിരിക്കട്ടെ, നല്ല ജോലി കിട്ടട്ടെ, കല്യാണം നടക്കട്ടെ, അങ്ങനെയെല്ലാം പൊക്കി പറഞ്ഞിട്ട് പോടി. എന്തെന്നാ എല്ലാരും കാണട്ടെ. ആരും പൊക്കി പറയാ എൻ്റെ ഡീ പാവാടി. പൊക്കി പറയാൻ നോക്കട്ടെ, എത്തട്ടെ. പൊക്കി പറയാനാ പറഞ്ഞേ. നല്ല കുട്ടിയാണ്, മാതൃസ്നേഹം കവിഞ്ഞൊഴുകുന്ന കുട്ടിയാണ്. ബാക്കി പറഞ്ഞ 2 മിനിറ്റ് പാവും. നാളെ ബാക്കി പറയാം. നാളെ പറയണം. ഷുഗർ വലിപ്പം വിളിക്കോണ്ട് ഞാൻ നേരത്തെ. ഓക്കെ, കേട്ടില്ല. വർഷത്തെ ബർത്ത്ഡേ അടിപൊളിയായിരിക്കട്ടെ എല്ലാം കൊണ്ടും. താങ്കോ ചുളിവൊക്കെ കണ്ടോ മുഖത്ത്? പ്രായമായി ഇല്ല. അമ്മ എന്താ കരയുവാണോ? ഇങ്ങൊന്നേ. ഓക്കെ, ബൈ. സോ ഫസ്റ്റ് വിഷ് ഒബ്വിയസ്ലി അമ്മ തന്നു. സെക്കൻഡ് വിഷ് ക്യൂട്ട് ജൂനിയർ കൃഷ്ണയുടെ ബർത്ത്ഡേ വിഷ്. ഹാപ്പി ബർത്ത്ഡേ കുട്ടാ, നാളെ അല്ലേ ബർത്ത്ഡേ. ഇത് നമ്മളെ കിടന്ന് ഉറങ്ങാൻ പോകുന്നു. അതേടാ. സോ 11:45 ടൈം. 11:40. ഓ, അമ്മ ഇപ്പൊ കാണാൻ എന്താ രാത്രി എന്തെന്നാ? ഓ, നാളെ അമ്മ ഒരുങ്ങിയിട്ട് എന്നെ കുറിച്ച് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമെന്നാണ് അമ്മ പറഞ്ഞത്. ഓക്കെ, സോ ഇനി 15 മിനിറ്റ്സ്, 15 മിനിറ്റോടെ കഴിഞ്ഞാൽ
എത്ര പെട്ടെന്നല്ലേ സമയമൊക്കെ പോകുന്നത്. എന്റെ ഫോട്ടോ ആയിരിക്കും. എന്റെ ദൈവമേ, ഈ എൻ്റെ അമ്മ ശരിക്കും ഇപ്പം ഈ പറഞ്ഞ പോലെ വന്ന് ഈ നമ്മൾ ട്രോളിലൊക്കെ കാണുന്ന അമ്മയില്ല, അതുപോലെ അമ്മ പറയാം അമ്മയുടെ DP നോക്കാം. എനിക്കറിയാം ഞാൻ നാളെ മറ്റേ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഫോട്ടോസ് ആയിരിക്കും അമ്മയുടെ സ്റ്റോറിയിൽ ഉണ്ടാവുക, സ്റ്റാറ്റസിൻ്റെ ഹാപ്പി ബർത്ത്ഡേ കീർമോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആസ് യൂഷ്വൽ അമ്മ എപ്പോഴും ഇങ്ങനെ അമ്മയുടെ എന്താ പറയുക, ആരുടെയാണോ ബർത്ത്ഡേ അവരുടെ അപ്പം തന്നെ അമ്മയുടെ കൂടെയുള്ള ഫോട്ടോ എടുത്ത് അമ്മ DP ഇടും. ഇനി അടുത്ത ഒരാഴ്ചത്തേക്കുള്ള DP ആണ് ഈ ഞാൻ. ഓക്കെ, ഓഫ് തള്ളച്ച പോലെ ഇരിക്കുന്നതന്നെ. ചേട്ടയുടെ കല്യാണത്തിനെടുത്ത ഫോട്ടോയാണ്. കൃഷ്ണയുടെ മെസ്സേജ്. സോ ഇനി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാൻ കേട്ടോ. Happy birthday, dear Kirti. Happy birthday to you. Umma. താങ്ക് യു. സോ ഫസ്റ്റ് വിഷ് സാധാരണ ടൈം ആയില്ല, ബട്ട് ടൈമിന് മുമ്പ് കൃഷ്ണയെ അമ്മ വിഷ് ചെയ്തു. ബട്ട് ഫോർ ഷുവർ ടൈം ആകുമ്പോൾ ഡിറ്റ വിളിക്കും, പിന്നെ വിമല വിളിക്കും. ഇനി ആകെ 3 മിനിറ്റും കൂടി ഉള്ളൂ. 26th ബർത്ത്ഡേ വ്ലോഗ്. എന്നെ കുറിച്ച് എന്താ പറയാനല്ലേ, പറ. മതി പോ. കുറച്ചൊരു എസ്തെറ്റിക് ആയിട്ട് പറ. അയ്യോ 11:58. Last 2 minutes of week 25. Thank you. Happy birthday to you. Thank you. ഇതെന്തോ അവിടെ ഫോൺ പിടിച്ചു വെച്ചിട്ട്. Oh my god, എന്നെ വീട്ടിൽ ചേച്ചി എന്നെ സബ്സ്ക്രൈബ് ചെയ്യണ്ടറിയോ? എനിക്ക് വയ്യ. ആകെ എനിക്ക് 200 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അതിലൊരാളായത് ചേച്ചി, അതിൽ നന്ദി. എന്താ സമയം പോകത്തെ, കുറെ നേരമായല്ലോ 11:58 അമ്മ ആദ്യമേ വന്ന് വിഷ് പറഞ്ഞു. അമ്മ പറഞ്ഞു നീ വന്ന് വിളിക്കും. എന്തോന്ന് അമ്മ ആദ്യമേ പറഞ്ഞു. അയ്യോ ഒരു മിനിറ്റ് 11:50. ഒന്നുകൂടെ പറ. കേട്ടില്ല, അല്ല കണ്ടില്ല. ഓഫ് താങ്ക് യു. അയ്യോ ഒരു മിനിറ്റ്. ഇന്നത് വെച്ച് ഞാൻ ടൈമർ വെക്കട്ടെ. ഞാൻ തന്നെ ടൈമർ വെക്കട്ടെ. ഒന്ന് നീ ടൈമർ വെക്ക്. 12 മണിക്ക് ഇല്ല. ഒന്നെങ്കിൽ നീ കോള് കട്ട് ചെയ്യുന്നിട്ട് നീ ടൈം, എനിക്ക് ടൈമർ വെക്കാം. നെറ്റ് വിളിച്ചില്ല, ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. അമ്മു. അയ്യോ ധൻഷുവിന്റെ ബർത്ത്ഡേ വിഷ് കിട്ടിയില്ലടാ. ഒന്നൂടെ പറയോ? ഇൻസ്റ്റ സ്റ്റോറി എടുത്തു നോക്കാം. നീ ധൻഷുവിന്റെ വിഷ് ഒന്നൂടെ പറയോ? കിട്ടിയില്ല. താങ്ക് യു. മറ്റേ ഓക്കെ ശരി. ഓക്കെ. അപ്പൊ ഗൈസ് ഒഫീഷ്യലി ഞാൻ 26 ഇയേഴ്സ് ഒഫീഷ്യലി ഞാൻ 26 വയസ്സായിരിക്കുന്നു. എന്താടാ ഞാനേ ഉച്ച കഴിഞ്ഞ് ഒരു എന്നെ വിളിക്കണ സമയത്തൊക്കെ ഞാൻ ചെയ്യാൻ മറന്നു പോയതാ. 4:00 വിളിക്കാനേ. ഞാൻ ആ സമയത്ത് ഇരുന്ന് എഡിറ്റ് ചെയ്ത് കുറെ സ്റ്റിക്കറൊക്കെ ഇങ്ങനെ വട്ടമൊക്കെ വെച്ച് ഉണ്ടാക്കി ക്രിഞ്ചാക്കിയിട്ടുണ്ടോ? എന്നിട്ട് ഞാൻ ഡ്രാഫ്റ്റ് ഇട്ടിട്ട് ഞാൻ ഓക്കെ സെറ്റ് ആയെന്ന് പറഞ്ഞിട്ട് 7 മണിയായപ്പോ ഒന്നും എടുത്ത് നോക്കണല്ലോ. എടുത്തു നോക്കിയപ്പോ ഡ്രാഫ്റ്റ് ബ്ലാങ്ക് ആയി കിടക്കും. ഞാൻ പിന്നെ ഇരുന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇൻസ്റ്റ ക്ലോസ് ചെയ്യാണ്ട് വെച്ചേക്കാൻ ഇത്ര നേരം. ഡെഡിക്കേഷൻ ഗൈസ്, ഇതാണ് ഡെഡിക്കേഷൻ. ഞാൻ നോക്കട്ടെ എന്താ നീ ഇട്ടേക്കണേന്ന്. വല്ല ഊടെ ഫോട്ടോസ് ആണെങ്കിൽ അപ്പൊ കാണാം. ഫോട്ടോ കൂടെ കാണിച്ച നല്ല എന്നാ കുഴപ്പമില്ല.
അയ്യോ എനിക്ക് 26 അയ്യോ ബർത്ത്ഡേ സമയത്ത് പ്രായം പറയരുതെന്ന. സ്റ്റോറി നോക്കിയിരുന്നു. ആ ഓക്കെ 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 ഞാൻ കട്ട് ചെയ്യണേ. സോ ഗൈസ് ഒഫീഷ്യലി 26 ഇയേഴ്സ് ആയിട്ടുണ്ട് ഗൈസ്. എല്ലാരും കാത്തിരുന്നു. ഹലോ ഹലോ താങ്ക് യു. എന്താ നീ 12 മണിക്ക് എന്നെ വിളിക്കാഞ്ഞേ? ഞാൻ വിളിക്കാനൊന്നുമല്ല, പിന്നെ മനപൂർവ്വം വിളിക്കാണ്ടിരുന്ന. എനിക്ക് തോന്നി, ഞാൻ വിമലിന്റെ അടുത്ത് പറഞ്ഞു നീ മനഃപൂർവ്വം വിളിക്കാത്തായിരിക്കും. ഒന്നുമില്ല, ചുമ്മാ ഇരിക്കായിരുന്നു. നിന്റെ ഇങ്ങനെ വിളി കാത്തിരിക്കായിരുന്നു. ഞാനേ പുറത്ത് പോയേക്കുവായിരുന്നു, മനഃപൂർവ്വം ചുമ്മാ പുറത്ത് പോയേക്കുവായിരുന്നു. എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു, അത് ഞാൻ വന്നപ്പോ ലേറ്റ് ആയി. ഞാൻ വിമലിന്റെ അടുത്ത് പറഞ്ഞു നീ എന്താ വിളിക്കാത്തേ ചോദിച്ചു. സത്യം ഞാൻ നിന്റെ വിളി കാത്തിരിക്കായിരുന്നു. അമ്മ സത്യമായിട്ടും നീ വിളിച്ചിട്ട് കിടക്കാന്ന് ഓർത്തിരിക്കായിരുന്നു. എടാ ദൈവത്താണ് അമ്മ സത്യം. എന്താണ് ഒരു മൂളിച്ച ദൈവത്താണ് സത്യമായിട്ടും. ഐ ലവ് യു സോ മച്ച് ഉമ്മ. ഞാൻ യൂട്യൂബിൽ പറയുകയും ചെയ്തു നീയാണ് എന്നെ ആദ്യം വിളിക്കുന്നത്, എന്നിട്ട് നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ നാണം കെട്ട് ശശിയാവൂല എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എല്ലാരും അറിയിച്ച്. ആ 200 സബ്സ്ക്രൈബേഴ്സ് ഉള്ളു, അവരെല്ലാരും അറിയട്ടെ. എന്ത് ക്രൂര മനസ്സ്. പണ്ടത്തെ യൂട്യൂബ്, എനിക്ക് ആകെ ഒരു യൂട്യൂബേ ഉള്ളൂ. പിന്നെ ചക്കരി ഉമ്മ. ഒന്നോട് പറ, കേട്ടില്ല. ചക്കരി ഉമ്മ. ഓക്കെ ചക്കരി ഉമ്മ. ബൈ ബൈ. Okay, so I was reading through Ammu's message. ഭയങ്കര ക്യൂട്ട് നോക്കി എത്ര മെസ്സേജാണ്, എത്ര. That's the longest birthday wish I ever got in my entire life. സത്യം ഇത് നോക്കിയത് എന്തോരാ. I am so grateful to have a sister like you. അയ്യോ, അപ്പം അമ്മൂന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ ഞാൻ കരയുന്നത് എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വലിയ ആഗ്രഹമൊന്നുമില്ല. ബട്ട് കൈയൊക്കെ വരയ്ക്കുന്നു. ലൈക്ക് അമ്മൂൻ്റെ മെസ്സേജ് വാസ് വെരി ഇമോഷണൽ, ലൈക്ക് വെരി 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 ഇമോഷണൽ. എനിക്കിതെല്ലാം ഇങ്ങനെ വായിച്ച് റെക്കോർഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവൾക്ക് മാത്രം അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ഇറ്റ് പബ്ലിക് ബിക്കോസ് സം തിങ്സ് ആർ ബെറ്റർ പേഴ്സണൽ. പക്ഷേ യുനോ എനിക്കറിയില്ല കുറേ കാര്യങ്ങൾ ഷീ ഹാസ് റിട്ടൺ. Like I just want to remind you this on your special day that how lucky you are and all. Parasharial family love you so deeply. ഞാൻ ഇതൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ കരയുന്നുണ്ട് ബിക്കോസ് ഐ എം റൈറ്റിംഗ് ദിസ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഐ ലവ് യു ലവ് യു ലവ് യു ലവ് യു ലവ് യു ലവ് യു ലൈക്ക് ഹെൽ. ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ ജെം. സെൻഡിങ് യു ലോട്ട്സ് ഓഫ് ലവ്. അയ്യോ like I'm not someone who likes to show the vulnerable side അല്ലെങ്കിൽ ഇങ്ങനെ കരയുന്ന സൈഡൊന്നും. I don't want to publicly show it to people. പക്ഷേ I feel like ഒരു കുറേ വർഷം കഴിയുമ്പോൾ എനിക്കിതിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ മെമ്മറീസ് ഒന്നും നിൽക്കില്ല. എൻ്റെ ഫോൺ എപ്പോൾ വേണം ചത്തുപോകും. പക്ഷേ എനിക്കിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് വീഡിയോസ് ഇങ്ങനെ ഒരു മെമ്മറി ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റേ ഫോർ എവർ. സോ ഐ റിയലി വാണ്ടഡ് ടു എൻ്റെ പ്രിയപ്പെട്ട കീർത്തിക്ക് എന്ന് സ്വന്തം അമ്മൂ. ഇറ്റ്സ് സോ ഗുഡ്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി. എന്നെ അറിയുന്ന എല്ലാ ആൾക്കാർക്കും അറിയാവുന്നൊരു കാര്യമാണ് എത്രമാത്രം ഐ എം സോ അറ്റാച്ച്ഡ് ടു മൈ ഫാമിലി. അല്ലെങ്കിൽ ഈവൻ എൻ്റെ അച്ഛൻ്റെ സൈഡും അമ്മയുടെ സൈഡും ഭയങ്കര ബിഗ് ഫാമിലിയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരും
ഉള്ള എല്ലാ ആൾക്കാരും, എവ്രി വൺ ഓഫ് യു, ഭയങ്കര സ്നേഹവും ഭയങ്കര സമാധാനവും സന്തോഷമുള്ളൊരു ഫാമിലി. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ബി യുവർ സിസ്റ്റർ, ടു ബി വെരി ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. നീ ഈ വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷേ നീ ഇതിൽ എഴുതിയേക്കുന്ന പോലെ തന്നെ ചിറ്റയ്ക്ക് വയ്യാണ്ടായതും നീ വീട്ടിൽ വന്ന് നിന്ന ഒരു 2-3 വീക്സും ഈവൻ എൻ്റെ ലൈഫിലും ഭയങ്കര എന്താ പറയുക അടിപൊളി മെമ്മറീസ് തരുന്ന കാര്യങ്ങളായിരുന്നു. കാരണം ഞാൻ ജന്മത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിന്നോട് കൂട്ടുകൂടുമെന്നോ, അല്ലെങ്കിൽ ഇവൻ എൻ്റെ ഇപ്പം എല്ലാവരോടും ഞാൻ കമ്പനിയാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ അമ്മുമായിട്ടായിരുന്നു കുറച്ച് കമ്പനി കുറവുള്ളത്. ബിക്കോസ് നമ്മൾ അങ്ങനെ കാണാറില്ല, അങ്ങനെ മിണ്ടാറില്ല. പക്ഷേ ചിറ്റയ്ക്ക് വയ്യാണ്ടായതും നീ ഇവിടെ വന്ന് നിന്നതും എല്ലാം ഒരു ഡെസ്റ്റിനി പോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു. നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളതൊക്കെ തന്നെയാണ്. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച് ഫോർ ദ വിഷ്. ലൈക്ക് ഇത്രയും എഫേർട്ട് എടുത്ത് ടൈപ്പ് ചെയ്ത് എനിക്കറിയില്ല, അത് ബുക്കിലൊക്കെ എഴുതി ഇത്ര ഇമോജീസൊക്കെ ഇട്ട് സി ഹൗ ലോങ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. യുനോ നിനക്കറിയാലോ എന്നെ ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് നിനക്കറിയാലോ. സോ താങ്ക് യു സോ മച്ച്. എക്സ്പ്രഷൻ ഓ മൈ ഗോഡ്, ഗിഫ്റ്റ് കാണിക്ക്, ഗിഫ്റ്റ് കണ്ടില്ല. കൈ നിറയെ കൂടുകളുമായിട്ടാണ് അമ്മ വന്നിരിക്കുന്നത് ഗൈസ്. ഓ മൈ ഗോഡ്, ഇത്ര എക്സ്പ്രഷൻ മതി? അച്ഛനെ കണ്ടില്ല, ഇനി അമ്മയുടെ എക്സ്പ്രഷൻ. ഞെട്ടു? ഈ ഞെട്ടാൻ പറ്റൂല, വണ്ടി കുറെ ഞെട്ടി, എപ്പോഴും ഞെട്ടാൻ പറ്റുമോ? ഓക്കെ, താങ്ക് യു താങ്ക് യു. പലത് കണ്ട് പഠിക്കില്ല. ഒരു മിനിറ്റ്. ഒരു തവണ മേടിച്ചതാ. താങ്ക് യു താങ്ക് യു ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു താങ്ക് യു. അച്ഛനെ കണ്ടില്ല. വണ്ടി നോക്കണ്ടേ ഗിഫ്റ്റ് ആരാന്നും നോക്കണ്ടേ. താങ്ക് യു താങ്ക് യു താങ്ക് യു. എന്നാ പറയാമെന്ന് വെച്ചാൽ പറഞ്ഞോ. ഡ്രസ്സ് മാറി വേറെ ഡ്രസ്സ് വിചാരിച്ചിരുന്നത് അവർ വരുമ്പോൾ മാറാൻ പറ്റിയത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നലെ അമ്മ ഒരു കീറിയ ചുരിദാർ നൈറ്റ് ഇട്ടെ, അത് യൂട്യൂബിൽ നല്ല പോലെ വന്നിട്ടുണ്ട്. ഏത്? ഇന്നലെ രാത്രി ഇട്ടത്. അത് അതുപോലെ ചുമ്മാ ഇട്ടല്ലേ? ഞാൻ പോസ്റ്റ് ചെയ്യും. അതാ ഒരു നൈറ്റിന് വേണ്ടി മാത്രം ചുമ്മാ പോസ്റ്റ് ചെയ്യും. അതൊന്നും ഇട്ടോ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ന്യൂ ജൻ എല്ലാവരും ഇടുന്നത് കീറിയ പാൻറ്റാ, 2 മുട്ട എന്നുവെച്ചാൽ കാലിൻ്റെ തുട മുതൽ മുട്ടു മുതൽ മൊത്തത്തിൽ കീറിയ ജീൻസ്. അപ്പം പിന്നെ എൻ്റെ ചുരിദാറിൻ്റെ പുറയിലൊരു ശകലം എലി വെട്ടിയതോ എന്തോ. ചുരിദാറല്ല, നൈറ്റിയാ, പുതിയതായിരുന്നു. പക്ഷെ എൻ്റെ ബാക്കിലൊരു ഇച്ചിരി വട്ടത്തിൽ കാണാൻ അത് എലിയാണോന്നൊരു സംശയമുണ്ട്. അപ്പം അതുകൊണ്ട് ആൺപിള്ളേരും പെൺപിള്ളേരും ജീൻസിൻ്റെ മുട്ടു മുതൽ വേഗം പറയുന്നത് സീരിയലല്ല, മുട്ടു പോലെ താഴേക്കും സീരിയൽ പോലെ ഈ ഇത് കട്ട് ചെയ്ത് കളഞ്ഞ പാൻറ്റായിട്ടേ. അമ്മയുടെ നൈറ്റ് ഒരിത്തിരി കീറി ഒരു വിഷയമല്ല, ഫ്രണ്ടിലല്ലല്ലോ. പോസ്റ്റ് ചെയ്തിട്ട് പറയരുത് കീർത്തുമോളെ, നാളെ ഒരു വിഷയമില്ല, നൈറ്റ് കീറിയതാന്ന് ഒരു പ്രശ്നമില്ല. താങ്ക് യു സോ മച്ച് സഹന. കഴിക്കില്ല. ഓഹോ, ഇത്രയും വലിയത് വേണമായിരുന്നോ? ഇതൊരു 25 വയസ്സായ ഒരു കുട്ടിയല്ലേ, ഈ കുട്ടിക്ക് ഒരു ചെറിയ അത് അല്ല, ഇന്നലെ വരത്തെ കാര്യം, അത് ഇന്നത്തെ പ്രായം പറയാൻ പാടില്ല. പറഞ്ഞു ഇന്നലെ വരെയുള്ള ഇതൊരു 10 രൂപയുടെ മഞ്ചിന്റെ കാര്യം ഉണ്ടാകുള്ളൂ, അല്ല 20 രൂപയുടെ മഞ്ച്. ഇതാരും കൊടുത്താന്നറിയാമോ? വിമൽ ബ്രോ തന്നെ. ഇതിന് ഫോട്ടോ എടുക്കായിരുന്നു അല്ലേ? ഒരു മിനിറ്റ് ഞാൻ പോവാണ്. അമ്മ വാ.
താങ്ക് യു സോ മച്ച്. ഇതെനിക്കാട്ടോ. ഞങ്ങള് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇന്ന് പോയിട്ട് ഒരു സ്നേഹമില്ലാത്ത കാരണവന്മാരൊക്കെ എന്താന്ന് എനിക്കറിയില്ല. ഇന്ന് പോയിട്ട് അടിപൊളി ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാത്ത അടിപൊളി ഫുഡ് വാങ്ങിച്ച്. ഇവർക്ക് ഏറ്റവും ഇഷ്ടം ഫുഡാണ്. അപ്പൊ അടിപൊളി ഫുഡ് വാങ്ങിച്ചു 5000 രൂപ അഡ്വാൻസ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് എന്ത് വേണ്ടി എപ്പോ 5000 രൂപ ഒരു ജോലിക്ക് പോകുന്ന നേരത്ത് ചെലവിനായിട്ട് കൊടുത്തു. അപ്പൊ ആ ജോലി വേണ്ടെന്ന് വെച്ച് അതെ അവിടെ ഹോസ്റ്റലിൽ നിൽക്കുമ്പം അടിച്ചു പൊളിച്ചോളാൻ പറഞ്ഞു കൊടുത്തു പൈസ. അപ്പൊ അവിടെ ആ ജോലി വേണ്ടെന്ന് വെച്ചോണ്ട് ആ പൈസ എടുത്തിട്ട് ഈ ഇന്നതാ അങ്ങനെ പറയാൻ പാടില്ല. കിട്ടിയതിൽ സന്തോഷിക്കാൻ. നല്ല ഞാൻ തന്നെ സെലക്ട് ചെയ്തതാ. പിന്നെന്താ ശരി, ഇച്ചിരി പിങ്ക് കൂടിയോന്നൊരു സംശയമില്ലേ, കണ്ണൊക്കെ അടിച്ചു പോലും. പക്ഷെ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ സെലക്ട് ചെയ്ത സാധനം. പിന്നെ ഓക്കെ പെയിന്റ് അടിച്ചേക്കിയ കളറില്. ഓ കണ്ണ്. ഇത് ബ്ലാക്ക് ഔട്ട്ഫിറ്റിന്റെ കൂടെ ഇടുമ്പോ ഇങ്ങനെ തിളങ്ങി നിൽക്കും. ഇനി വേണമെങ്കിൽ റിബൺ മാറ്റാവല്ലോ. ബോധം വേണം. റിബൺ ബ്ലാക്ക് കളർ മേടിച്ചിടുക. ആൾക്കാർ ഓർക്കും എനിക്ക് എവിടുന്ന ഈ മൈ ഗോഡ്. എന്ത് ചെയ്യണട്ടെ, ഈ ഒരു റിബൺ അഴിച്ചു മാറ്റുക, എന്നിട്ട് ബ്ലാക്ക് റിബൺ ഇടുക. അപ്പോൾ ലൈറ്റ് പിങ്ക് മാത്രം കാണുള്ളൂ. ഓക്കെ, സോൾവ് ആയില്ല. താഴെ പോയേ. ബുദ്ധി വേണം. എനിക്കില്ലാണ്ട് പോയി. സോറി. താങ്ക് യു. ബൈ. ആരോ വന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ എന്താ, വിമലിൻ്റെ അച്ഛനമ്മയും വന്നിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്തു, കേക്ക് മുറിച്ചു. നല്ല കേക്കായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ കേക്ക്. പിന്നെ 26 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഒരു ദിവസത്തെ പറ്റി അമ്മയ്ക്ക് എന്താണ് അഭിപ്രായം? വാഴ വെച്ചാൽ മതി നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഉച്ച വരെ ഭയങ്കര സമയമായിരുന്നു. എന്താ ഉച്ച വരെ, ഉച്ച കഴിഞ്ഞ് എന്താ വിഷമം കണ്ടപ്പം ഭയങ്കര സന്തോഷം. ഓ മൈ ഗാഡ്, ഈ കാലാണ് നിങ്ങൾ കണ്ടത്. ഈ രണ്ട് കുഞ്ഞു കാലാണ് കണ്ടത്. പാദസരൊക്കെ ഇട്ട് അടിപൊളിയായി. അങ്ങോട്ട് നൈസ് കുഞ്ഞു കാലായിരുന്നു. ഓക്കെ, എന്തായിരുന്നു അമ്മയുടെ ഒരു എന്തായിരുന്നു അമ്മയുടെ ഇത് പറ? ഒരു ബോധാവസ്ഥയിലായിരുന്നു, പക്ഷെ എങ്കിലും ബോധം തെളിഞ്ഞപ്പോൾ സന്തോഷമായി. അപ്പം എന്താണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ ഞാൻ ചോദിക്കണോ? ഇത് ഞാൻ പ്രസവിച്ചല്ലേ ഞാൻ പറയണത്. വളരെ വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെന്താ പറഞ്ഞേ? ഇത്രേ ഉള്ളൂ പറയാൻ. ഒരു കുട്ടി ജനിച്ചപ്പോൾ അമ്മയ്ക്ക് ഇത്രേ പറയാനുള്ളൂ. വളരെ ഹാപ്പി ആയിരുന്നു. ഒറ്റ സെന്റൻസിൽ ഒതുക്കി. വളരെ ഹാപ്പി. വളരെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഹാപ്പി. അത് 100 സെന്റൻസിന് തുല്യമാണ് വളരെ വളരെ ഹാപ്പി എന്ന് പറഞ്ഞത്. അത് പോവാന്ന് മര്യാദക്ക് പറഞ്ഞേ. ഉള്ളിന്റെ ഉള്ളിൽ അടക്കാനാവാത്ത സന്തോഷം ബോധം തെളിഞ്ഞപ്പോൾ. വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നിയില്ല. ഇല്ല. ഷുവർ ഇല്ല. ഓർക്ക് പറയും എല്ലാവരും. വാഴ വെച്ചാൽ മതി എന്നൊന്നും തോന്നിയിട്ടില്ല. താങ്ക് യു. ഉറപ്പാണല്ലോ അല്ലേ? നാളെ വഴക്കം ഉണ്ടാക്കുമ്പോൾ പറയരുത് 26 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വാഴ വെച്ചാൽ മതിയായിരുന്നു ഗൈസ് എന്ന്. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കും. ഇപ്പൊ അതെ. 26 വർഷം. അപ്പൊ 26 പറയും. 26 വർഷങ്ങൾക്ക് മുമ്പ് പറ. ഈ കുഞ്ഞിക്കാലും കുഞ്ഞു കൈകളും കണ്ടപ്പോൾ എന്താണ് എനിക്ക് തോന്നിയത്? വളരെ 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 ഹാപ്പിയായി. ഈ സെന്റൻസ് 10 മിനിറ്റ് ആയപ്പോ വേറെ സെന്റൻസ് പറ. ഇത് എന്തെന്നാ വെച്ചിട്ട് വരാം. പറ പറ്റിക്കരുത്. ഈ സന്തോഷം കൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. തുള്ളിച്ചാടാൻ പറ്റുമോ അമ്മയ്ക്ക്? തുള്ളിച്ചാടാൻ പറ്റില്ല, അബോധാവസ്ഥയല്ലേ. ഓ സോറി അബോധാവസ്ഥ. സിസേറിയൻ ചെയ്ത അബോധാവസ്ഥയിലായതുകൊണ്ട് തുള്ളിച്ചാടാൻ നോർമൽ തുള്ളിച്ചാടിയായിരുന്നോ? ഒന്നും അറിയത്തില്ല. നോർമൽ സ്ഥിതിയിലായപ്പോ ഭയങ്കര ഹാപ്പിയായി. അച്ഛൻ തുള്ളിച്ചാടിയായിരുന്നോ? ഒന്നും അറിയില്ല. ഞാൻ നോർമൽ അല്ലല്ലോ. അമ്മ എപ്പോഴും നോർമൽ ആയത് ഞാൻ ഉണ്ടായിട്ട്. നോർമൽ ആയപ്പോ അച്ഛൻ ഭയങ്കര 26 വർഷമായിട്ട് ഞാൻ ഉണ്ടായിട്ട് അമ്മ ഇതുവരെ നോർമൽ ആയിട്ടില്ല. ഇയാള് മുഖത്ത് മൊത്തം കറ. ഞാൻ നിൽക്കുമ്പോ ഇവൻ ചുറ്റാണ്ടല്ലോ താഴെ കിടക്കും. ഇപ്പോൾ 26 ഇയേഴ്സ് ബാക്ക് ഈ ദിവസം ഈ ടൈമിൽ ഞാൻ കുഞ്ഞു വാവയായിരുന്നു. മറ്റേ ഡൈപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞ് തലയെ തൊപ്പിയൊക്കെ വെച്ചിട്ട്. പക്ഷേ എൻ്റെ കുറേ കുഞ്ഞിലത്തെ ഫോട്ടോസ് ഉണ്ട് പറയുന്നത്. പക്ഷെ അതൊന്നും കാണിക്കാൻ കൊള്ളില്ല. അത്ര വൃത്തികെട്ട ഫോട്ടോസായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും എടുത്തു വെച്ചിരുന്നത്. ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട് ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ എന്ത് ലക്കിയാണ്. ബിക്കോസ് അവർക്ക് വെറൈറ്റി രീതിയിലുള്ള ഫോട്ടോസും ഫോട്ടോഷൂട്ട് മറ്റേത് മറിച്ചത് തേങ്ങ മാങ്ങ. എൻ്റെയൊക്കെ കുഞ്ഞിലത്തെ ആകെ
വിരളിൽ എണ്ണാവുന്ന അത്രയും ഫോട്ടോസേ ഉള്ളൂ, അതും പൂത്ത് പോയി. അപ്പം പണ്ടത്തെ കാലത്തെ കുട്ടികൾക്കാണെങ്കിൽ ഐ മീൻ എൻ്റെയൊക്കെ 2-3 ഫോട്ടോസ് മാത്രമേ ഉള്ളൂ, അതും വളരെ വൃത്തികെട്ട ഫോട്ടോസ്, ഒരാൾ കാണിക്കാൻ പറ്റാത്ത ടൈപ്പ് ഫോട്ടോസാണ് എൻ്റെയൊക്കെ ഉള്ളത്. ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ എന്ത് ലക്കിയാ, ഫോണിൽ ഫോൾഡേഴ്സ്. ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ പ്രസവിച്ച ആ ഒരു ദിവസം എനിക്കൊന്ന് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ, അന്നത്തെ കാലത്ത് ബോധമുള്ള ഒരാളെങ്കിലും അതൊന്ന് വ്ളോഗായിട്ട് എടുത്ത് വെച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. ബിക്കോസ് ഐ റിയലി വോണ്ട് ടു സീ ആ ഒരു മൊമെൻറ്റും ദിവസവും വികാരങ്ങളും എല്ലാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. അപ്പോൾ ഞാനടുത്തു 26 ജനിച്ച അന്നും ഇല്ല. അപ്പോൾ നമ്മൾ 26ാമത്തെ വയസ്സിലത്തെങ്കിലും വീഡിയോസൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ when you turn 50 you will be able to see. So എല്ലാവരും എടുത്ത് വെക്കുക. ഓക്കെ, മെമ്മറീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇസ് വാട്ട് ഐ ക്വസ്റ്റൻ. ഓക്കെ, അമ്മ വന്നാമേ ഗ്ലാമർ ആയി ബാ. പറയോ, 26 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസം നിങ്ങൾ എങ്ങനെ കാണുന്നു? സന്തോഷം. അയ്യോ, ഉള്ള ദിനമായിട്ട് കാണുന്നു. പിന്നെ അന്ന് 26 ദിവസം ചോദ്യം ചോദിക്കട്ടെ? പറയുന്ന 26 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയ്ക്ക് ഈ ഒരു ദിവസത്തെ പറ്റി, ഈ ഒരു ടൈമിനെ പറ്റി നമുക്ക് എന്താണ് പറയുന്നത്? വളരെ വേദനാജനകമായ ദിവസമായിരുന്നെങ്കിലും, നാച്ചുറലായിട്ട് സംസാരിക്കും, വളരെ വേദനയുള്ള ദിവസമായിരുന്നെങ്കിലും ആ വേദനയിലും ഭയങ്കര സന്തോഷം കണ്ടെത്തിയ ദിവസമായിരുന്നു അന്ന്. എന്തുകൊണ്ട്? നല്ല തങ്കക്കുളം പോലത്തെ കുഞ്ഞിനെ കിട്ടിയില്ലേ, നല്ല വെയിറ്റ് ആയിരുന്നു, നല്ല പറഞ്ഞ 3900 വെയിറ്റ്. അതിവിടെ പറയേണ്ട ആവശ്യമില്ല. 3900 വെയിറ്റ്. അത് വേണ്ട, എന്നാ പറഞ്ഞതിന് ജൈജാന്റിക് ഒരു തങ്കക്കുടം പോലത്തെ കുഞ്ഞിനെ കിട്ടിയതിന്റെ സന്തോഷം. പിന്നെ ആദ്യ സമയത്തൊന്നും കണ്ടെങ്കിലും അത്ര ബോധമൊന്നുമില്ല. അതിന് ബോധം തെളിഞ്ഞപ്പോഴത്തേനും വളരെ ഹാപ്പിയായി. അച്ഛയുടെ റിയാക്ഷൻ എന്തായിരുന്നു? അച്ഛയുടെ റിയാക്ഷനും ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛക്ക് തുടക്കത്തിലേ കണ്ട് ഹാപ്പി ആയി കാണുള്ളൂ, അത് ഞാൻ കണ്ടില്ല. അമ്മ സിസ്റ്ററിനായോണ്ട് ബോധം കെട്ടി എടുക്കും. കൊച്ചിനെ ആരെ കൊടുത്തു, അറിയണ്ടായിരുന്നോ? അത് അച്ഛനെ കൊടുത്തു. അല്ല, ഞാൻ ആ സമയത്ത് ഞാൻ കാണുന്നില്ലല്ലോ. അങ്ങനെ പ്രസവിക്കാൻ പോണതിന് മുമ്പേ പറഞ്ഞിട്ട് കേറണം. അതൊന്നും കേറാനുള്ള സാഹചര്യം കിട്ടില്ല. വെച്ചാൽ നോർമലിന് ശ്രമിക്കുവാന്ന് പറഞ്ഞ് നോക്കിയിട്ട് പെട്ടെന്ന് അവര് നോർമൽ നോക്കില്ല, കുറച്ച് ഭയങ്കര വെയിറ്റ്, അതിന് എന്തെങ്കിലും സംഭവിച്ചാലെന്ന് പറഞ്ഞ് പെട്ടെന്ന് സിസേറിയൻ ചെയ്തു. ഓർക്കാപ്പുറത്ത് സിസേറിയൻ ചെയ്തു. വെരി ബാഡ്. വെരി ബാഡല്ല, വെരി ഗുഡ്. വെരി ഗുഡ്. 3900 വെയിറ്റ്. ആ വെയിറ്റ് ഇപ്പോഴും ഉണ്ട്. യെസ്, ഞാൻ അതിങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കാണ് പോകാണ്ടിരിക്കാനായിട്ട്. ഞാൻ ഈ കാത്തു സൂക്ഷിക്കുന്നതിന്റെ തടിയെങ്ങാനും പോയാലോ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സങ്കടം. ബ്യൂട്ടി ലൈസ് ഇൻ ഫ്ലഷ് നോട്ട് ഇൻ ബോൺസ് എന്നാണ് മോഹൻലാൽ പറഞ്ഞേക്കണത്. എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഇനി പിന്നെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയണോ? കുട്ടിക്കാലം വളരെ വളരെ അമ്മേ ഒരു വാർത്ത വായിക്കുന്ന പോലെ സംസാരിക്കണമെന്നില്ല. കുട്ടിക്കാലം ഭയങ്കര ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു. ഇപ്പൊ ഇച്ചിരി കുറവുണ്ടോന്ന് അറിയത്തില്ല, പക്ഷെ കുട്ടിക്കാലം വളരെ വളരെ ബുദ്ധി. ഓ എന്താ ബുദ്ധി എന്ന് പറഞ്ഞാല് കുരുട്ടുബുദ്ധി അതുപോലെ. പിന്നെ നോക്കാൻ നിന്ന കുട്ടി എപ്പോഴും ഉപ്പും മുളകും കടുകും ഒക്കെ ഇങ്ങനെ ചുറ്റി ഇടുവായിരുന്നു. എനിക്കതേ കുറിച്ച് വലിയ അറിയില്ല, പക്ഷെ പുള്ളിക്കാരത്തേക്ക് നല്ല അതായിരുന്നു. പുള്ളിക്കാരത്തേക്കുള്ള വാക്കുകളൊക്കെ ഭയങ്കര ഇതായിരുന്നു. നിഷ ചേച്ചി എനിക്ക് ഹാപ്പി ഭയങ്കര മറ്റേ മല്ലിക ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. ഭയങ്കര ഒരു ഭയങ്കര കുഞ്ഞ്, ആ ചെറിയ പ്രായത്തിലേക്കാളും വലിയ അറിവായിരുന്നു അന്ന്. ഇപ്പൊ അത്രയ്ക്ക് ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരീക്ഷ നോക്കാം അല്ലേ. ഇപ്പൊ ഉണ്ട് ബുദ്ധി, പക്ഷെ അങ്ങനെ പുറത്ത് കാണിക്കാറില്ല. അങ്ങനെയൊക്കെ നല്ല കുസൃതി ആയിരുന്നു, നല്ല ഇതായിരുന്നു. ചെറുപ്പകാലമൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാരെയും ഇങ്ങനെ വാക്കുകൾ കൊണ്ടൊക്കെ സത്യം പറയട്ടെ പറഞ്ഞു പഠിപ്പിക്കണല്ലേ നിങ്ങൾ പറയണം? അല്ലല്ല, ഞാൻ പറഞ്ഞു പഠിപ്പിക്കണതല്ല, ഞാൻ ഒറിജിനൽ ഉള്ളിൽ നിന്ന് പറയണം. ആ ഉള്ളിൽ നിന്ന് ഇത് വരുന്നത്, പുറമേ നിന്നല്ല. അത് അന്തരാത്മാവിൽ നിന്ന് വരുന്ന കാര്യങ്ങളെ പറഞ്ഞല്ല, അല്ലാണ്ട് പുറമേ നിന്ന് പറഞ്ഞൊന്നുമല്ല. കുട്ടിക്കാലം വളരെ സ്മാർട്ട്. ഒരു ദിവസം 3.5 വയസ്സുള്ളപ്പോൾ വഴിതെറ്റി ഓട്ടോക്കാരൻ പോകുന്നിട്ട് പോലും ആ വഴി മനസ്സിലാക്കി കണ്ടുപിടിച്ച കുരുട്ടുബുദ്ധിക്കാരിയായിരുന്നു. ഞാൻ എന്താ പറഞ്ഞത്, നിർത്തട അല്ല, മാടക്കത്രയും മരത്തക്കരയും 2 സ്ഥലം. അപ്പം ഞങ്ങൾക്ക് മാടക്കത്രയ്ക്ക് പോകണം. അപ്പം മരത്തക്കര, ആ പുള്ളി കെട്ടുന്നത് മരത്തക്കരയെന്ന്. അപ്പം ഇച്ചിരി വരുമ്പോൾ അമ്മ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് വഴി മാറിപ്പോയോ. 3.5 വയസ്സോളം നിങ്ങൾ ഓർക്കണം, ആ ടൈമിലുള്ള എൻ്റെ ബ്രെയിൻ ഡെവലപ്മെന്റ്.
അപ്പോൾ ഉടനെ പുള്ളിക്കാരൻ ചോദിച്ചപ്പോൾ സ്ഥലം തന്നു. ഞാൻ പിന്നെ മാടക്കത്ര ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ നോക്കി മനസ്സിലായി സ്ഥലം മാറിപ്പോയി. ഞാനെന്തോ ചിന്തിച്ചിരിക്കുമായിരുന്നു. അപ്പം പെട്ടെന്ന് മാടക്കത്തിന് വഴി തെറ്റിപ്പോയി. അങ്ങനെ കണ്ടുപിടിക്കുന്ന പാർട്ടിയായിരുന്നു. കില്ലാടിയായിരുന്നു ഞാൻ, കില്ലാടി, സുന്ദരി കില്ലാടി. അത് വേണ്ട അമ്മ തുടങ്ങി. ഇപ്പം അമ്മ പറയാം എന്നെ കണ്ട ദിലീപിൻ്റെ മകൻ മീനാക്ഷിനെ പോലെയാന്ന്. പറ കേക്ക് പറ. അത് കഴിഞ്ഞിട്ട് പറയും ഐശ്വര്യറായുടെ എവിടെയൊക്കെയോ ഒരു ചായ ഉണ്ടെന്ന്. അതും ഞാൻ പറയാലോ ഒരിക്കലും ഐശ്വര്യറായുടെ എന്ന് ഞാൻ പറയല. അത് പറഞ്ഞാൽ വല്ലൊരു എന്നെ തല്ലിക്കൊല്ലിയല്ലേ. അപ്പൊ പിന്നെ മീനാക്ഷിയുടെ മീനാക്ഷിയുടെ ഒരു 10-18 വയസ്സ് ചിലപ്പോൾ മീനാക്ഷിയുടെ ഒരു ഘട്ടമുണ്ടായിരുന്നു. അമ്മ ഇതൊക്കെ ഇപ്പം അത് മാറിപ്പോയി. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അതാണ് അത്രേ ഉള്ളൂ. എന്നാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. ബൈ ബൈ ടാറ്റാ. അമ്മ വെക്കും. ഞാൻ അടുക്കള ഇനി പണിയുണ്ട്, വിളക്ക് വെക്കാറായി. കുടുംബിനി പൊന്നോ. ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റാക്കി കുളമ്പൊക്കോ. ഓക്കെ, സോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, അച്ഛൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്നെ ട്രോളില്ലേ 26 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനായൊരു ഫീൽ എന്താണ്? യെസ്, മൈ ഹാപ്പി സ്വീറ്റ് ഗേൾ. അല്ല, 2 സെന്റൻസ് ഒക്കെ പറഞ്ഞിട്ട്. അല്ല, 26 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? 26 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിന് സന്തോഷം നിറഞ്ഞ, ഏറ്റവും സന്തോഷം നിറഞ്ഞ പിന്നെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സെന്റൻസ് ഒതുക്കി. അച്ഛൻ വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചതാണ് എനിക്കിട്ട് തോന്നിയത്. പക്ഷെ എല്ലാം തോന്നുന്നു. പിന്നെ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വന്നേ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം ഞാൻ ഇന്നലെ രാത്രിയിൽ എന്നിട്ട് കിടന്നപ്പോൾ ഓൾമോസ്റ്റ് അപ്പം തന്നെ എനിക്ക് കുറേ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐ വാസ് സോ ടയേർഡ് ആസ് ഐ ഹാവ് ടോൾഡ് യു. എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ആയിട്ട് ഓൾമോസ്റ്റ് ഒരു ഞാൻ ലിറ്ററലി ഇരുന്ന് ഞാൻ കൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് 198 മെസ്സേജസ് ഉണ്ടായിരുന്നു. രാവിലെ തന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ 200+ മെസ്സേജസ് വന്നു. ആൻഡ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ഐ ആം സോ ഹാപ്പി. എനിക്ക് മെസ്സേജ് അയച്ച എല്ലാ ആൾക്കാർക്കും ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ എം താങ്കിങ് യു സോ മച്ച്. മെസ്സേജ് അയച്ച ആൾക്കാർക്ക് ഒരുപാട് നന്ദി. ഫോട്ടോസൊക്കെ ഇട്ട് സ്റ്റോറി ഇട്ട് മെൻഷൻ ചെയ്ത ആൾക്കാർക്കും ഒരുപാട് നന്ദി. പിന്നെ ഗിഫ്റ്റ് അയച്ച എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദി. ഓക്കെ, ബിക്കോസ് ടു ബി വാല്യൂഡ് ഇൻ ദിസ് സൊസൈറ്റി സംതിങ് വി ഷുഡ് ബി റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ. അപ്പം എന്നെ ഓർത്ത് എന്നെ സ്മരിച്ച് അതെല്ലാം ചെയ്ത എല്ലാ ആൾക്കാർക്കും ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ എം താങ്കിങ് യു സോ മച്ച്. ഓക്കെ, അപ്പം പിന്നെ എന്താ, ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം വൈകുന്നേരം എന്തോ ആയി. പുറത്ത് പോയിട്ട് കേക്കൊക്കെ മേടിച്ച് ഭക്ഷണം കഴിക്കണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കെന്തോ പെട്ടെന്ന് എനിക്കിങ്ങനെ വേണ്ട, ഫുഡൊന്നും കഴിക്കണ്ട, എന്തിനാ വെറുതെ പുറത്ത് പോണേ, അങ്ങനത്തെ ഒരു ഉൾവിളി. സോ ഐ ഡോണ്ട് തിങ്ക് വിൽ ബി ഗോയിങ് ഔട്ട് എനിമോർ. ശോഭനമൊക്കെ വരും ചിലപ്പോൾ നേരമാകുമ്പോൾ. സോ നമ്മൾ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാനാണ് ആഗ്രഹം. സോ എനിക്ക് കുറേ എന്തൊക്കെയോ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എണീറ്റ് വളരെ ലേറ്റായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഐ വാസ് സോ ഹാപ്പി, ഐ എം സോ ഗ്രേറ്റ്ഫുൾ. പക്ഷെ എനിക്കിപ്പോൾ ശരിക്കും ആലോചിക്കാറുണ്ട്, ഒരു 26 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസം അന്ന് ആരെങ്കിലും ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നുവെങ്കിൽ ഐ വുഡ് ബി സോ ഹാപ്പി. കാരണം നമ്മൾ ജനിച്ച സമയത്ത് നമ്മുടെ പാരൻസിൻ്റെ റിയാക്ഷൻസ്, അവരുടെ സന്തോഷം, കസിൻസിൻ്റെ റിയാക്ഷൻസ്, ഹോസ്പിറ്റലിൽ ഒരു വൈബ്, അതൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്കുള്ളൊരു സംഭവമാണ്. ഇന്നത്തെ ജനറേഷനിലെ ആൾക്കാരൊക്കെ ഭയങ്കര ലക്കിയാന്ന് പറയും. ബിക്കോസ് ടെക്നോളജി വളർന്നതനുസരിച്ചിട്ട് എൻ്റെ പണ്ടത്തെ കുഞ്ഞിലത്തെ ഫോട്ടോ ഒന്നും ഒരു മനുഷ്യനെ കാണിക്കാൻ കൊള്ളില്ല. അമ്മാതിരി ഫോട്ടോസ്, അത് വളരെ ലിമിറ്റഡ് ഫോട്ടോസേ ഉള്ളൂ. ഈവൻ വീഡിയോസ് അങ്ങനെയൊന്നുമില്ല. പിന്നെ അങ്ങനത്തെ കാലത്ത് ഫോൺ ഉണ്ടായിരുന്നില്ല, അത് വേറൊരു കാര്യം. അപ്പം അത് റെസ്പെക്റ്റ് ചെയ്യാം. ബട്ട് സ്റ്റിൽ ഐ വിഷ്. അപ്പോൾ ഐ തോട്ട് ഓക്കെ 26ാമത്തെ അങ്ങ് തുടങ്ങാം. ഇനി ഒരു 50 വർഷം ദൈവം ആയുസ് തരികയാണെങ്കിൽ എല്ലാ വർഷവും നേരത്തെ പിടിച്ചങ്ങ് ഷൂട്ട് ചെയ്താൽ ഒരു 90 വേണ്ട, അതൊക്കെ ഓവറാവും. ഒരു 70-80 വയസ്സൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ഇരുന്ന് കാണുമ്പോൾ നല്ല രസമായിരിക്കും. സോ ഐ എം സോ ഹാപ്പി ഐ വാസ് ബോൺ ബിക്കോസ് ഐ ലവ് മൈ സെൽഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ. എനിക്കറിയില്ല, ഇഫ് ദർ ഈസ് സമൺ ഐ വുഡ് ഗോ ടു വോ വിത്ത് ഇസ് ഡെഫിനറ്റ്ലി മീ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ. ഈ പട്ടി സംഭവം സമ്മതിക്കില്ല. അപ്പം ദാറ്റ്സ് ഇറ്റ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് ഐ വിഷിങ് എ വെരി ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഇനി അടുത്ത വർഷം കാണാം. ഓക്കെ.